ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ ഇസ്രായേൽ US ആക്രമണം 2 മാസം പിന്നിട്ടിട്ടും അയവില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടും പരസ്പരം കലിയടങ്ങാതെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണവും ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമെല്ലാം അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയായി. പലതവണ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോഴും മുട്ടുമടക്കാതെ മുഖം തിരിക്കുകയായിരുന്നു ഇറാൻ. ഇപ്പോഴിതാ US ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും കൈ കൊടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാൻ വഴി തെളിച്ചേക്കാവുന്ന 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾക്കായുള്ള ചർച്ചയിൽ USഉം ഇറാനും മധ്യസ്ഥ രാജ്യങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതായി റിപ്പോർട്ട്. US ഇസ്രായേൽ ചർച്ചകളെക്കുറിച്ച് അറിവുള്ള പ്രാദേശിക വൃത്തങ്ങൾ എന്നിവരെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ഘട്ടമായി നടപ്പാക്കുന്ന കരാറിന് വേണ്ടിയുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത് എന്നാണ് വിവരം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരികയും ആ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉടമ്പടികളിൽ എത്തിച്ചേരുകയും ചെയ്യുക. 2ാം ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ സമഗ്രമായ കരാർ കൊണ്ടുവരിക. ചർച്ചകൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ വെടിനിർത്തൽ ദീർഘിപ്പിക്കും. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നിവരാണ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നത് എന്നാണ് വിവരം. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയതായും വിവരമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കൽ, ഇറാന്റെ യുറേനിയം സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കൽ എന്നിവ 2ാം ഘട്ടത്തിലെ സാധ്യമാകൂ എന്നാണ് മധ്യസ്ഥർ വിലയിരുത്തുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ച സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ഭാഗികമായ കരാറിലെങ്കിലും എത്തിച്ചേരാനുള്ള സാധ്യത ഏറെ കുറവാണ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കകം ഇറാൻ സമാധാന കരാറിൽ എത്തിച്ചേരണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് എത്തിച്ചേരാനുള്ള തിരക്കുപിടിച്ച ചർച്ചകളാണ് നയതന്ത്ര തലത്തിൽ നടക്കുന്നത്. അല്ലാത്തപക്ഷം മേഖലയിലെ സാഹചര്യം കൂടുതൽ വഷളാകാനിടയുണ്ട്. അതൊഴിവാക്കാനുള്ള അവസാന ശ്രമമായാണ് ഈ ചർച്ചകളെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന ധാരണയിലെത്തിയാലും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ സമാധാന ചർച്ചകൾക്കും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുമുള്ള നിർദ്ദേശം സമാധാന ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെക്കപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം മുൻകാലങ്ങളിലെ സമാധാന കരാറുകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കേവലം താൽക്കാലിക വെടിനിർത്തലിന് മാത്രം തയ്യാറല്ലെന്ന നിലപാടാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യുദ്ധം, വെടിനിർത്തൽ ചർച്ചകൾ, വീണ്ടും സംഘർഷം എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്ന വളരെ മോശമായ അനുഭവങ്ങൾ ആവർത്തിക്കാൻ താൽപ്പര്യമില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന ചർച്ചകളോട് വളരെ ജാഗ്രതയോടുള്ള സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ മാത്രമേ നയതന്ത്ര ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂവെന്ന് ഇന്ത്യയിലെ ഇറാനിയൻ അംബാസഡർ ഡോക്ടർ മുഹമ്മദ് ഫത്താലി അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് പോലുള്ള പ്രധാന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ വിസമ്മതിക്കുന്നത് ചർച്ചകളിൽ വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ധൃതി പിടിച്ച് തീരുമാനമെടുക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഈ പ്രത്യാക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെ ദോഷകരമായി ബാധിക്കുമ്പോഴും ഇസ്രായേലും അമേരിക്കയും സൈനിക നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത് പ്രതിസന്ധി സങ്കീർണമാക്കുന്നുണ്ട്. അതേസമയം റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നതൻ US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ തിങ്കളാഴ്ച രാവിലെ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവി മേജർ ജനറൽ മജീദ് ഖദേമിയുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. എവിടെ വെച്ചാണ് മജീദ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ജൂൺ മാസം നടന്ന ഇറാൻ ഇസ്രായേൽ 12 ദിന യുദ്ധത്തിൽ ജനറൽ മുഹമ്മദ് ഖസേമി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് IRGCയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് മജീദ് എത്തിയത്. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഇറാന്റെ ഉയർന്ന റാങ്കിലെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം.
ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ ഇറാനു നേർക്ക് US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി, സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി, ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് തുടങ്ങി ഭരണ സൈനിക രംഗത്തെ നിരവധി പ്രമുഖർ കൊല്ലപ്പെട്ടിരുന്നു.